പുതിയതായിട്ട് ഒരു ഹോം അപ്ലയൻസസ് ഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ചന്ദ്ര ഹോം അപ്ലയൻസസ് എന്നാണ് ആ ഷോപ്പിന്റെ കട കേട്ടോ. ശ്രുതിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ബൾക്ക് ഓർഡർ വരികയാണ്. 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ വിറ്റ് പോകുന്നുണ്ട്. ആ സാധനങ്ങൾ കൊണ്ടുപോയതിനു ശേഷം 2 പേര് വിജിലൻസ് എന്നാണെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അവര് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് നിങ്ങൾക്ക് സെയിൽ നടന്നോ എന്നുള്ള കാര്യത്തെക്കുറിച്ച്. സെയിൽ നടക്കാതിരിക്കോ സർ? കടയാകുമ്പോൾ സെയിൽ നടക്കുക തന്നെ ചെയ്യല്ലോ. ഇപ്പൊ നിങ്ങൾക്കൊരു ബൾക്ക് ഓർഡർ വന്നില്ലേ? വന്നിട്ടുണ്ടായിരുന്നു. 5 ഫ്രിഡ്ജ്, 5 AC, അതുപോലെ 5 LED TV എന്ന് പറയാണ് കേട്ടോ. 32 ഇഞ്ചിന്റെ LED TV അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ സർ. സാറിന് എങ്ങനെ കറക്റ്റായിട്ട് അറിയുന്നത്? അവരെ ആ കസ്റ്റമേഴ്സിന് സാറ് അറിയോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, ആ പണം കൊണ്ട് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ടേ. നിങ്ങൾ ആരാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ആദ്യം നിങ്ങളടുത്ത് ആ പണം എടുക്കാനല്ലേ പറഞ്ഞത്? സുധി അവിടെ ഇങ്ങനെ ഒരുമാതിരി പോലെ നിൽക്കുന്ന കാണുന്ന സമയത്ത് വിജിലൻസ് ഡിപ്പാർട്ട്മെന്റ് എന്നാണ് പറഞ്ഞുകൊണ്ട് ID കാർഡ് കാണിച്ചു കൊടുക്കുന്നുണ്ടേ. ആ പണം കൊണ്ടുപോയിട്ട് നമ്മുടെ സുധിയാണെങ്കിൽ അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്. പണം ചെക്ക് ചെയ്യുന്ന സമയത്ത് അത് മൊത്തം കള്ളനോട്ടാണ്. നിങ്ങളുടെ കടയിൽ നിന്ന് കൊണ്ടുപോയ സാധനങ്ങൾ വഴിയിൽ വെച്ചിട്ട് തന്നെ പോലീസുകാര് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സാധനങ്ങളെല്ലാം ഉള്ളത് പോലീസ് സ്റ്റേഷനിലാണ്. ഇപ്പോൾ സുധിയുടെ കയ്യിലുള്ള പണം എല്ലാം കള്ളനോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പണം കൊണ്ടിട്ട് അവർ പോവുകയും സുധിയുടെ അടുത്ത് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് സാധനങ്ങൾ വിറ്റ് പോയതൊക്കെ കളക്ട് ചെയ്യാനും കൂടി പറയാണ് കേട്ടോ ചെയ്യുന്നത്. സുധിയാണെന്നുണ്ടെങ്കിൽ ആ കച്ചവടം നടത്തിയത് ബില്ല് കൊടുക്കാതെയാണ് കേട്ടോ. ബില്ല് വേണ്ട എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ആ കസ്റ്റമേഴ്സ് പറഞ്ഞതുകൊണ്ട് തന്നെ അടിച്ചിട്ടില്ല എന്നുള്ള പേരിലാണ് വിജിലൻസിലുള്ള ആൾക്കാരുടെ അടുത്തും നമ്മുടെ സുധി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. എന്തായാലും ബിഗ് ലോസ് ആണെന്നുണ്ടെങ്കിലും തന്റെ സാധനം പോയിട്ടില്ലല്ലോ എന്നുള്ളൊരു സമാധാനത്തിൽ സുധി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ് കേട്ടോ. അവിടെ ചെന്നിട്ട് പറയുന്നുണ്ട്, സർ എൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം അറിഞ്ഞു. വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിൽ സാർ വന്നിട്ടാ പറഞ്ഞത്. പോലീസ് അവരെ കൈയോടെ പൊക്കി എന്നുള്ള കാര്യം പറഞ്ഞു. നിങ്ങളുടെ എന്ത് സാധനം ഇവിടെ ഉള്ള എന്നുള്ള കാര്യം പോലീസുകാരൻ ചോദിക്കുമ്പോൾ സർ എൻ്റെ 5 ഫ്രിഡ്ജ്, 5 AC, അതുപോലെ 5 LED TV ആണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. മൊത്തം സാർ ഒരു 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ ഉണ്ടാകും. 4 ലക്ഷം രൂപയുടെ സാധനങ്ങൾ അവര് എന്റെ കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയതാണ് സർ. അവര് സാധനം മേടിച്ചുകൊണ്ട് പോയതിനു ശേഷം കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വിജിലൻസ് വന്നു എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും പോലീസുകാരൻ പറയുന്നുണ്ട്, ഇനി നിർത്ത്, ഇനി എന്താ നടന്നെന്നുള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറഞ്ഞു തരാം എന്ന് പറയാണേ. വിജിലൻസിൽ വന്ന ആൾക്കാര് നിങ്ങളടുത്ത് സാധനം കൊണ്ടുപോയ ആൾക്കാരെ കുറിച്ചിട്ട് ചോദിച്ചില്ലേ? അതെ സാർ എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തന്നത് കള്ളനോട്ടാന്ന് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ കെമിക്കൽസ് നോട്ടിനകത്ത് ഇതാക്കിയിട്ട് അത് കള്ളനോട്ടാന്നുള്ള കാര്യം നിങ്ങളടുത്ത് പറഞ്ഞില്ലേ? അതെ സാർ, അങ്ങനെയാണ് എനിക്കും അത് ഫേക്ക് നോട്ടാണെന്നുള്ള കാര്യം മനസ്സിലായത്. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പണം മൊത്തം മേടിച്ചിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് സ്റ്റേഷനിൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ വന്നിട്ട് നിങ്ങൾ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയിക്കോളൂ എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? സാർ എല്ലാം കറക്റ്റായിട്ട് പറയുന്നുണ്ടല്ലോ. ഇതാണോ സാർ പ്രൊസീജിയർ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴേക്കും മണ്ണാങ്കട്ട, ഇതേ സംഭവം മുമ്പ് 5 കടകളിൽ നടന്നിട്ടുണ്ട്. വിജിലൻസ് എന്ന് പറഞ്ഞ് വന്ന ആൾക്കാരും ഫ്രോഡാണ്. സാധനങ്ങൾ മേടിക്കാൻ വന്നിരിക്കുന്ന അതേ ടീമിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവരും. സാർ എന്തൊക്കെയാ പറയുന്നതെന്നുള്ള കാര്യം ടെൻഷനോട് കൂടിയിട്ട് സ്തുതി ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ച് ക്രിമിനൽസ് സിറ്റിക്കുള്ളിൽ കടന്ന് കറങ്ങുന്നുണ്ട്, ഞങ്ങളും അവരെ തെരഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ള കാര്യം പറയുകയാണെ. സാർ അവരെ ID കാർഡൊക്കെ കാണിച്ചു എന്നുള്ള കാര്യം പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഫേക്ക് ID ഉണ്ടാക്കാനാണോ പണി? ഇതിനെക്കുറിച്ചൊന്നും കറക്റ്റായിട്ട് ചിന്തിക്കാതെ നിങ്ങൾ സാധനങ്ങളെല്ലാം കൊടുത്തു വിട്ടിരിക്കുകയാണോ? സാർ എനിക്കെങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്നത്? അവരെന്ത് സ്ട്രിക്റ്റ് ആയിട്ട് സംസാരിച്ചെന്നുള്ള കാര്യം സാറിന് അറിയോ? സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുമെന്നാണോ ഇതിനർത്ഥം? നിങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ ഞാൻ 4 ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം പറയുകയാണെ. കഷ്ടം, ഇത് ഈ അറിവ് വെച്ചിട്ടാണോ നിങ്ങൾ 4 ഡിഗ്രി പാസ്സായത്? സാർ അപ്പം എൻ്റെ പണവും സാധനവും പോയോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതിപ്പം തന്നെ അവര് ആർക്കെങ്കിലൊക്കെ മറിച്ച് വിറ്റ് കാണും. ഇത്രയും സാധനങ്ങളൊക്കെ വിറ്റതിന് നിങ്ങൾ അതിന്റെ പ്രൂഫ് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇല്ല സാർ. അത് എന്ന് പറയുമ്പോൾ എന്താ, നിങ്ങളുടെ മുഖം ശരിയല്ലല്ലോ, എന്തോ തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ. സാർ ബില്ല് അടിക്കാണ്ടാണ് അവർക്ക് സാധനങ്ങൾ കൊടുത്തത്. ബില്ലില്ലാതെ നിങ്ങൾ എങ്ങനെ സാധനങ്ങൾ കൊടുക്കുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സാർ അവർ ബില്ല് വേണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പൊ കണക്കിൽ കാണിക്കാത്ത പണമാണല്ലേ നിങ്ങൾ സെയിൽ ചെയ്തിരിക്കുന്നത്? സാർ ഞാൻ ഇപ്പൊ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യം പറയുമ്പോൾ എന്ന് കരുതിയിട്ട് നിങ്ങൾ കണക്കിൽപ്പെടാത്ത പണം മേടിച്ചു വെക്കോ? നിങ്ങളെപ്പോലത്തെ ആൾക്കാരെയാണ് ആദ്യം പിടിച്ച് സ്റ്റേഷനിൽ അകത്തിടേണ്ടത്. ബില്ലില്ലാതെ ഇങ്ങനെ സാധനങ്ങൾ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാക്സിന്റെ പ്രശ്നം വരും എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ടാക്സ് കെട്ടാതെ കബളിപ്പിക്കാന്ന് വിചാരിച്ചോ? സാർ അങ്ങനെയൊന്നുമില്ല സാർ, ഇതിനെക്കുറിച്ച് എനിക്ക് ശരിക്കും അറിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് 4 ഡിഗ്രി ഒക്കെ പഠിച്ച് ഉണ്ടാക്കി വെച്ചത്?
ഇപ്പോഴത്തെ കാലത്ത് ചീറ്റിംഗ് കേസിൽ അധികവും നിങ്ങളെപ്പോലെ പഠിച്ച ആൾക്കാരുള്ളത്. പഠിച്ചിട്ടും ഇങ്ങനെ ഒരു പൊട്ടനെ പോലെ ആയല്ലോ എന്നൊക്കെയുള്ള കാര്യം ചോദിക്കുകയാണ് പോലീസുകാരെ. സാർ, എങ്ങനെങ്കിലും എൻ്റെ പണവും അതുപോലെ തന്നെ സാധനങ്ങളും പിടിച്ചു തരണം. എനിക്ക് ഡീലേഴ്സിനൊക്കെ പണം കൊടുക്കണം എന്നൊക്കെ പറയുന്ന സമയത്ത് ഞങ്ങൾ എന്താ അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണോ നിങ്ങൾക്ക് പിടിച്ചു തരാൻ വേണ്ടിയിട്ട്? ഞങ്ങൾ അവരെ തേടിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങളൊരു കംപ്ലൈന്റ് എഴുതിയിട്ട് കൊടുക്കുമെന്ന് പറയുകയാണേ. അങ്ങനെ കംപ്ലൈന്റ് എഴുതി കൊടുത്തിട്ട് സുധി നേരെ വീട്ടിലേക്ക് എത്തുകയാണ് കേട്ടോ. വീട്ടിൽ വന്ന ഉടനെ തന്നെ ചന്ദ്രമതിയുടെ കാലിൽ വീണിട്ട് അമ്മ എന്നെ രക്ഷിക്കണം, അമ്മ രക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ ഇവിടെ എണീക്കുന്നൊക്കെ പറയുന്നുണ്ട്. നീ വെറുതെ അഭ്യാസം കാണിക്കല്ലേ, ആ സച്ചി രേവതിയെ കണ്ടാൽ മതി, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് കൂട്ടിയിട്ട് റൂമിലേക്ക് പോവാണ് കേട്ടോ ചന്ദ്രമതി സുധിയെ. അങ്ങനെ ഉള്ളിൽ പോയിട്ട് സുധി ഭയങ്കര കരച്ചിലാണ്. എന്തിനാടാ മോനെ നീ കരയുന്നേ? ഇങ്ങനെ നടക്കുന്ന അമ്മ ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എന്താടാ പ്രശ്നം? ശ്രുതി കല്യാണ വീട്ടിൽ പോയെന്നല്ലേ പറഞ്ഞത്? അവൾക്കൊന്നും ആയില്ലല്ലോ. അമ്മ നടന്ന കാര്യങ്ങളൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണ് എന്തെങ്കിലും ആവുക. നീ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്ന് വെച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. കാര്യം എന്താന്ന് പറ. അമ്മ, കടയിലേക്ക് സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. 4 ലക്ഷം രൂപയുടെ സാധനങ്ങളാണ് സെയിലായത്. 4 ലക്ഷത്തിന്റെയോ? അത് നല്ല കാര്യമല്ലേടാ. അതിന് നീ എന്തിനാ കരയുന്നത്? ആദ്യം അമ്മ ഞാൻ പറയുന്നത് മൊത്തത്തിൽ കേൾക്കെന്ന് പറയാണേ. എന്നിട്ട് സാധനം വിറ്റതിനെ കുറിച്ചും വിജിലൻസ് ആണെന്ന് പറഞ്ഞ് 2 പേര് വന്നതിനെ കുറിച്ചും പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പോലീസുകാരൻ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് ചന്ദ്രമതിയുടെ അടുത്ത് പറയുകയാണേ. ഇതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണ് ചന്ദ്രമതി. അത് കഴിഞ്ഞ് ചോദിക്കുന്നുണ്ട്, എന്താടാ നീ പറഞ്ഞേ? അപ്പോ പണം പോയോ? ആ അമ്മ പോയി. ആ കള്ളന്മാരെ പിടിച്ചാൽ മാത്രമേ പണം തിരികെ കിട്ടൂ എന്നുള്ള കാര്യം പോലീസുകാർ പറഞ്ഞു. എടാ നീ എന്താടാ ഇങ്ങനെ? ഒരു കാര്യമെങ്കിലും നീ ഉത്തരവാദിത്തോടു കൂടി ചെയ്യുന്നുണ്ടോ? ഇങ്ങനെ മൊത്തത്തിൽ തൊലച്ചു വന്ന് നിൽക്കുവല്ലടാ പാവി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഫുൾ അടിയാണ് കേട്ടോ സുധിയെ. നീ വാങ്ങിയിരിക്കുന്ന ഡിഗ്രി ഒക്കെ കൊണ്ടുപോയിട്ട് കുപ്പയിലിടറാ. നീ എന്തിനാടാ പഠിച്ചത്? എന്തിനാടാ ഇത്രയും പണമൊക്കെ ചെലവാക്കിയിട്ട് നിന്നെ പഠിക്കാൻ വേണ്ടി വിട്ടത്? പറയടാ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അറിവുകെട്ട മുട്ടാളാണെന്നൊക്കെ പറഞ്ഞ് ഫുൾ അടിയാണേ. അങ്ങനെ അടിച്ച് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ചന്ദ്രമതി നിൽക്കുവാണ്. അമ്മ എത്ര വേണമെങ്കിലും എന്നെ അടിച്ചോളൂ, അമ്മ എന്നെ പൊട്ടനാണെന്നുള്ള കാര്യം പറഞ്ഞു. പക്ഷെ ഒരിക്കലും ശ്രുതി എന്നെ അങ്ങനെ പറയരുത്. അവൾക്ക് ഇപ്പോഴേ എൻ്റെ മേലെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ ഒരിക്കലും എന്നെ ബഹുമാനിക്കില്ല. ഇങ്ങനെയുള്ളൊരു ഭർത്താവിനെ ഒരു പെണ്ണും വിശ്വസിക്കില്ല. ഇങ്ങനെ പണം കൊണ്ട് തൊലച്ചു വന്ന് നിൽക്കില്ലേ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ, എനിക്കും അത് ഓർത്തിട്ട് ഞാൻ പേടിയാവുന്നത്. അമ്മ, ഞാൻ ശ്രുതിയുടെ അടുത്ത് 1 ലക്ഷം രൂപ ലാഭം വന്നു വരെ പറഞ്ഞു. ഡീലറൊക്കെ പണം മേടിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വരും, ഉടനെ തന്നെ 4 ലക്ഷം രൂപ വേണം. അമ്മ എന്നെ എങ്ങനെയെങ്കിലും ഹെൽപ്പ് ചെയ്യണം എന്നുള്ള കാര്യം പറയുമ്പോൾ എന്തെങ്കിലും വെച്ച് ഞാൻ നിന്നെ അടിക്കോടാ. അത്രയും പണത്തിന് വേണ്ടിയിട്ട് ഞാൻ എവിടെ പോകും? അമ്മയല്ലാതെ എനിക്ക് വേറെ ആരുള്ളത്? ശ്രുതി ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ എന്നെ ചീത്ത പറയും. അവള് ചീത്ത വിളിച്ചാൽ നീ അത് കേട്ടോണം. കാരണം നീ ചെയ്ത പണിക്ക് നിനക്ക് ഇത് അത്യാവശ്യമാണ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങ് മാറിയിരിക്കുവാണേ. എന്നിട്ട് വീണ്ടും അരികിലേക്ക് ചെന്നിട്ട്, അമ്മേ പ്ലീസ് അമ്മേ, പിന്നെ എനിക്ക് ശ്രുതിയുടെ മുഖത്ത് നോക്കാൻ വേണ്ടി പറ്റില്ല. അവള് ഒരിക്കലും എന്നെ വിശ്വസിക്കില്ല. പിന്നെ അവള് എന്റെ കൂടെ തന്നെ ഉണ്ടാവാതെ എന്നെ വിട്ടിട്ട് പോകും. പ്ലീസ് അമ്മേ, എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് സുധി. അങ്ങനെ ചന്ദ്രമതി ദേഷ്യത്തോടു കൂടി തന്നെ ഇങ്ങനെ നിൽക്കണം. അപ്പോഴേക്ക് വീണ്ടും കാല് പിടിക്കുകയാണ് സുധി. നീ എന്തിനാണ് എന്റെ കാല് പിടിക്കുന്നത്? മാറി നിൽക്കടാ. അമ്മ എന്നെ പറയാറില്ലേ ഞാനാണ് അമ്മയ്ക്ക് ജീവൻ എന്നുള്ള കാര്യം? ഞാൻ വലിയ ആളായിട്ട് വരും എന്നുള്ള കാര്യം അമ്മ തന്നെയല്ലേ എപ്പോഴും പറയാറ്? അമ്മയ്ക്ക് ആ വിശ്വാസം ഇല്ലെന്നൊക്കെ ചോദിക്കുമ്പോൾ അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. നീ അറിവുള്ളവനാണെന്നുള്ള കാര്യം വിശ്വസിക്കുന്ന എന്നെ വേണം ആദ്യം പറയാൻ. നന്നായിട്ട് നിന്റെ തലയിൽ വന്ന് മുളക് അരച്ചിട്ട് പോയില്ലേ? അമ്മേ, സാധനം മേടിച്ചിട്ട് കാശ് തന്നു പോയി, അത് കഴിഞ്ഞിട്ട് കള്ളനോട്ടാണെന്ന് പറഞ്ഞിട്ട് ആ പണം എടുത്തോണ്ട് പോയി. ഇതൊക്കെ കബളിപ്പിക്കില്ല എന്നുള്ള കാര്യം അമ്മ എനിക്ക് എങ്ങനെ അറിയുന്നത്? മറ്റു കാര്യങ്ങൾ നല്ല അറിവുള്ള ആളെ പോലെ ചിന്തിക്കാൻ അറിയാലോ. സച്ചി പറയുന്നത് പോലെ തന്നെ നല്ല പഠിച്ച പൊട്ടനാടാ നീ എന്നൊക്കെ പറഞ്ഞിട്ട് സുധിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആദ്യമായിട്ടാണ് സുധിക്ക് നേരെ നമ്മുടെ ചന്ദ്രമതി ഇങ്ങനെയൊക്കെ പറയുന്നത്.